ഗൈനക്കോമാസ്റ്റിയ സർജറി നോക്കുന്ന ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് പുറത്തുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വേണ്ടിയിട്ട് അവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവൻ ഒരു 5 ദിവസത്തിന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ സർജറി ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇത് ചെയ്തു പോകാമെന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു 3 വീക്സ് മുമ്പെങ്കിലും നിങ്ങൾ സർജറി ഡേറ്റ് ഫിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെസ്റ്റിൻ്റെ ഫ്രണ്ടിൽ സൈഡിൽ നിന്നുള്ള ഫോട്ടോ നമുക്ക് നേരത്തെ വാട്സപ്പ് ചെയ്ത് തരാം. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നിങ്ങൾ അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു തരിപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അന്ന് കാലത്ത് സർജറിയുടെ അന്ന് ആ പറയുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കാലത്ത് എത്തിയാൽ മതിയോ. അപ്പോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചു പോകാം. ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ സൂച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെ അബ്സോർബബിൾ ആയിട്ടുള്ള സൂച്ചേഴ്സാണ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് യൂഷ്വലി സർജറി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഫോളോ അപ്പ് ആവശ്യം വരുന്നില്ല. യൂഷ്വലി സാധാരണഗതിയിൽ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സേഫ് ആയിട്ടുള്ള സർജറിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഓൺലൈൻ ഫോളോ അപ്പ് മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സർജറി അന്ന് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 ദിവസം നാട്ടിൽ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തിരിച്ചു പോകുന്നതാണ്. ഇതിലൊരു കംപ്രഷൻ ഗാർമെന്റ് ഉണ്ട്, അത് നിങ്ങൾ കുറച്ച് കാലത്തേക്ക് ഒരു 1.5 മാസം യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഒരു 2 വീക്സ് കൂടുതലായിട്ടുള്ള വെയിറ്റ് കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. ഒരു 2 മന്ത്സ് ചെസ്റ്റ് വർക്കൗട്ട്സ് ഒന്നും പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ രീതിയിലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഈവൻ ഒരു 5 ഡേയ്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് ചെയ്ത് പോകുന്ന ഒരു സർജറിയാണ് ഗൈനക്കോമാസ്റ്റിയുടെ സർജറി.